പാഠം 563. ഡൽഹിയിൽ നിന്നൊരു അതിഥി. സിനിമയ്ക്ക് കഥ എഴുതാൻ പോയാൽ നല്ല ഭാവി ഉണ്ടാവും. രാവിലെ തന്നെ എന്നെ പ്രകോപിപ്പിക്കാനാണ് സാറിന്റെ പരിപാടിയെങ്കിൽ അത് നടക്കാനേ പോകുന്നില്ല. കാരണം ഇപ്പൊ മോഹനേട്ടോട് തർക്കിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് പ്രധാനം എന്റെ കേസിന്റെ കാര്യം നോക്കാന്നുള്ളതാ. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുന്നൊക്കെ സമയമുള്ളപ്പോ. ഈ അസൂയിക്ക് മരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമേ. കഴിക്കാനുള്ളതെല്ലാം ഞാൻ അടുക്കള എടുത്ത് വെച്ചേക്കാം. പോകാൻ നേരത്തെ കഴിച്ചിട്ടങ്ങ് ഇറങ്ങിയാൽ മതി. മോഹനേട്ടാ ഫോൺ. മോഹനേട്ട ഇപ്പൊ വരും കേട്ടോ. അല്ല, സത്യഭാമയ്ക്ക് സുഖമൊക്കെ അല്ലേ? അതെ, ഞാൻ രാവിലെ കുറച്ച് തിരക്കില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ സംസാരിക്കായിരുന്നു. സാരമില്ല, ഞാൻ മോഹനകൃഷ്ണനോട് സംസാരിച്ചോളാം. ശരി. ഹലോ. മോഹനകൃഷ്ണ, ഞാൻ സത്യശീലനാ. എടാ, നിന്റെ പഴയ സത്യേട്ടൻ. സത്യേട്ടൻ നേരെങ്കിൽ പോര്, ഞാൻ ഇവിടെ തന്നെ കാണും. എനിക്ക് വഴി അറിയില്ലല്ലോ. അതിനാണോ പാട്? വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണ സാറിന്റെ വീട് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. എന്നാ ബാക്കി സംസാരമൊക്കെ ഞാൻ വന്നിട്ടാവാം. 9 മണിക്കെങ്കിലും ഇറങ്ങിയാലേ എനിക്ക് സമയത്ത് ഓഫീസിലെത്താൻ പറ്റുള്ളൂ. അതിനിടെ സത്യശീലൻ ചേട്ടൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ചായ കൊടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. ചായ കൊടുക്കാൻ പറ്റില്ലേ? എന്തുപറ്റി? ചായ പൊടിയില്ലേ? ചായ പൊടി പഞ്ചസാരയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് സമയമില്ലല്ലോ മോനട്ടാ. അങ്ങനെ സമയമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ ചേട്ടൻ വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വരുമ്പോ ഒരു ചായ ഇട്ട് കൊടുക്കാൻ എന്റെ ഭാര്യക്ക് സമയമില്ലെന്ന് പറഞ്ഞ പിന്നെ ഞാനെന്തിനാ കല്യാണം കഴിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കില്ലേ? ഹലോ, വീട്ടിൽ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാണോ കല്യാണം കഴിച്ചത്? അത്രയും ചെറിയ പ്രായത്തിൽ അത്രയും വിവരമുള്ള ആൾ ആ നാട്ടിലേ ഉണ്ടായിരുന്നില്ല. കാണൂല. പുസ്തകം വായിച്ച് ഒടുവിൽ സത്യശീലൻ ചേട്ടന് മനസ്സിലായി ലോകത്ത് നടക്കുന്നത് മുഴുവനും അന്യായമാണെന്ന്. അതുകൊണ്ടെന്താ, ആൾ നക്സലേറ്റ് ആയി. പുള്ളിക്കാരൻ നക്സലേറ്റ് ആയത് വീട്ടുകാരറിയുന്നത് പോലീസ് വീട്ടിൽ വരുമ്പോഴാ. എനിക്ക് അതിനു മുമ്പേ അറിയാമായിരുന്നു. എന്നോട് ആരും ഒന്നും വിളിച്ചു പറഞ്ഞില്ല. ഏത് ഹോസ്പിറ്റലാന്നാ പറഞ്ഞേ? ഓ ശരി, ഞാനത് അന്വേഷിച്ചു നോക്കട്ടെ. സുധാകരൻ വധക്കേസിലെ പ്രതി ബഷീറിന് പനി കൂടുതലായിട്ട് ആശുപത്രിയിലാന്ന്. കേസിന്റെ വിസ്താരം മാറ്റിവെക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷിക്കാൻ പോവാന്ന്. അപ്പോ ഇന്ന് വിസ്താരം തുടങ്ങില്ല. കൊലക്കേസിലെ പ്രതിയില്ലാതെ എങ്ങനെ സാക്ഷികളെ വിസ്തരിക്കും? 10-12 കൊല്ലം മുന്നേ ഒളിച്ചോടി പോയാൽ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ നാട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഗാന്ധിയനായാലും എല്ലാവരെയും കാണണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അത് തന്നെയാണ് കാര്യം. പ്രത്യേകിച്ചും എന്നെ കാണണമെന്ന് പറയുമ്പോ വേറൊന്നും ആലോചിക്കാനില്ല. ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയണം. സത്യേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കിവിടെ മിണ്ടാനും പറയാനും ഒരാളുണ്ടാവുമല്ലോ. നീ ഉണ്ട്, പക്ഷെ നിനക്ക് മുച്ചീട്ട് കളി, പോക്കറ്റ് അടി, കത്തിക്കുത്ത് തുടങ്ങിയ കാര്യങ്ങളല്ലേ പറയാനുള്ളൂ. സത്യേട്ടൻ അങ്ങനെ അല്ലല്ലോ. ഒരു ഗാന്ധിയനെ വേറൊരു ഗാന്ധിയനെ മനസ്സിലാവും. സത്യേട്ടനായിരിക്കും. നീ വേഗം ചായ എടുക്ക്. അല്ല, സത്യേട്ടൻ ചായ കുടിക്കില്ലെന്നല്ലേ മോനോട് പറഞ്ഞത്? അതന്ന് ഡൽഹി ജീവിതം കൊണ്ട് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടെങ്കിലോ? ഒരു ചായ ചോദിച്ചാ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? 2 ഗാന്ധിയന്മാരോട് എനിക്ക് ജോലി ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. ഞാനിപ്പോ ആ സത്യത്തെ അന്വേഷിക്കുക. ഇത് ഭാമ. ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. വക്കീലാണല്ലേ? അതെ. ഗാന്ധിജിയും ഒരു വക്കീലായിരുന്നല്ലോ, അതുകൊണ്ടാ ഒരു വക്കീലെ തന്നെ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചത്. നന്നായി. ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള ശരിയായ പ്രതിവിധിയായത്. ഹരിയാനയിൽ നിന്നും വന്ന ആ മഹാനായ സിദ്ധന എനിക്കിത് പറഞ്ഞു തന്നത്. ഇനി കുറച്ച് സമയം കിടക്കാം. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. രാവിലെ വീട്ടിൽ ചെന്ന് കയറിയപ്പോ അച്ഛൻ ഇറക്കി വിടുകയും ചെയ്തു. നന്നായി ഉറങ്ങി എഴുന്നേറ്റിട്ട് ലോകത്തിന്റെ ഭാവിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സത്യേട്ടന് ഇതെന്താ പറ്റിയത്? എനിക്ക് കാറൽ മാർക്സിനെ അറിഞ്ഞൂടാ, മഹാത്മാഗാന്ധി അറിഞ്ഞൂടാ. ചവത്തി കുത്തരുത്. ഇനി ബന്ധിയെന്ന് പറയാ.